ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നു സോയ 65. നമ്മുടെ എളുപ്പത്തിൽ വീടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ്. അത് പാചകത്തിലേക്ക് കടന്നാലോ? സോയ 65 തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 150 ഗ്രാം സോയ ചങ്ക്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മസാല ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ആദ്യമായിട്ട് സോയ ചങ്ക്സ് വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് 2 കപ്പ് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും സോയ ചങ്ക്സ് വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പൊടിക്ക് ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം സോയ ചങ്ക്സ്. നമ്മുടെ സോയ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നല്ല ചൂടുണ്ട് എൻ്റെ അമ്മോ. ഇപ്പോൾ വേവിച്ച വെന്ത് വന്നല്ലേ ഉള്ളൂ. അതാ ഇപ്പോൾ ചൂടൊക്കെ ഇച്ചിരി ചൂടൊക്കെ അറിയണ്ട. നമുക്കിതിനി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം കളയണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വറക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും, മനസ്സിലായോ? അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് നല്ലോണം പിഴിഞ്ഞ് കളയണം. നമുക്ക് സോയാബീൻ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി മസാലയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇച്ചിരി കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെപ്പർ കൂടി നമ്മൾ ഇടുന്നുണ്ട്. നമുക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മൈദ, ഒരു 2 ചെറിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പൊടിക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ല, നേരത്തെ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ മസാലയ്ക്ക് നല്ലോണം ശരിക്കും പിടിക്കണം. നമ്മൾ കുഴച്ച് നല്ലോണം ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ സോയാ ചങ്ക്സ് മാരിനേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഫ്രൈ ആക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. നമ്മളൊരു 200 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സോയാ ചങ്ക്സ് എണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോയ 65 അത്യാവശ്യം നല്ല റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കണ്ട കളറൊക്കെ കണ്ട നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി അരിച്ച് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഈ സെയിം വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഈ കറിവേപ്പില ഇതും കൂടി നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ 65 റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാന്ത്വനം വിളിക്കാം. അയ്യ എവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ പൊരിച്ച് കഴിക്കല്ലേ, അന്നേരം ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടില്ലേ, അതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്.
അടിപൊളി. അപ്പോൾ ഇത് നമ്മുടെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴാണെങ്കിലും സ്നാക്സ് ആയിട്ടും കഴിക്കാവുന്ന കിഡിലൻ ഡിഷാണ്. അപ്പം വൈകുന്നേരമൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അതെ, അടിപൊളിയായിരിക്കും. എല്ലാവർക്കും പിള്ളേർക്ക് ഭയങ്കര ഡിഷ് ചോയ്സ് ആണ്. അപ്പോൾ എല്ലാവരും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.